ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വീട്ടമ്മമാരുടെ കൂട്ടായ്മ വീണ്ടും ചിത്രങ്ങളുമായി എത്തി. ക്യാൻസർ ബാധിതരായ കുരുന്നുകളെ സഹായിക്കാനാണ് ചിത്ര പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയത്. ഇത്തവണ 140 സ്ത്രീകളാണ് 140 ചിത്രങ്ങളുമായി ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം തുടങ്ങിയിരിക്കുന്നത്. ദുബായിൽ നിന്നുള്ള 4 വയസ്സുകാരി ഇഷാൻവി വരദ ഗംഗേഷ് മുതൽ 80കാരിയായ കോവൂരിലെ ഹേമമാലിനി വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലെ കുട്ടികളുടെ ചികിത്സാ സഹായത്തിനായി സ്കോളർഷിപ്പ് പദ്ധതിയുമായാണ് ഇത്തവണയും ഇവർ ചിത്ര പ്രദർശനം നടത്തുന്നത്. ചിത്രം വിറ്റുകിട്ടുന്ന പണത്തിന്റെ 25% ഈ പദ്ധതിയിലേക്ക് ചിത്രകാരികൾ നൽകും. 3000 രൂപ മുതൽ 35,000 രൂപ വരെ വിലയുള്ള ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ട്. 2013 നഗരത്തിലെ വീട്ടമ്മമാരായ ഗീത വാസുദേവ്, പ്രേംജ ബാബുരാജ്, പ്രണിത ദിവാകരൻ, രുക്മിണി എസ് നായർ, അനുപമ സുനിൽ, രശ്മി കിഷോർ, സുധ പ്രേംനാഥ്, വീണ സബു, പ്രിയ ജയകുമാർ, രാധിക രഞ്ജിത്ത് എന്നിവർ ചേർന്ന് സ്നേഹവർണ്ണങ്ങൾ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചത്. സ്നേഹവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. 2013 10 സ്ത്രീകൾ കൂടി തുടങ്ങിയ ഒരു എക്സിബിഷൻ ഇപ്പം 141 ചിത്രകാരികളായിട്ട് ലളിതകലാ ആർട്ട് ഗാലറിയിൽ ഷോ നടത്തുകയാണ്. 12-ാം തീയതി വരെയാണ് സമാപിക്കുക ഷോ. ഇതിൻ്റെ ഫണ്ട് ക്യാൻസർ ബാധിച്ച കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. 2000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള പെയിന്റിങ്സ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷങ്ങളിലെ ചിത്രപ്രദർശന വിപണനത്തിലൂടെ സമാഹരിച്ച പണം കൊണ്ട് ഇവർ മെഡിക്കൽ കോളേജിലെ IMCHൽ ചികിത്സയ്ക്കെത്തുന്ന കുട്ടികൾക്കായി ഒരു പാർക്ക് നിർമ്മിച്ചു നൽകി. ഇവിടുത്തെ ക്യാൻസർ വാർഡിലെ കുട്ടികൾക്കായി ചികിത്സാ സഹായം നൽകാനും TV, പ്രൊജക്ടർ, പഠനോപകരണങ്ങൾ, പുസ്തകങ്ങൾ, ബെഡ്ഷീറ്റുകൾ തുടങ്ങിയ വിവിധ സാധനങ്ങൾ നൽകാനും സാധിച്ചിട്ടുണ്ട്. ചിത്രപ്രദർശനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നടനും സംവിധായകനുമായ ജോയ് മാത്യു മുഖ്യാതിഥിയായി. 12 വൈകിട്ട് 4 നടക്കുന്ന സമാപന ചടങ്ങിൽ ക്യാൻസർ ബാധിതരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ഡോക്ടർ VT അജിത് കുമാർ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർവോദയ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയുടെ ഭാഗമായി